ശങ്കരാചാര്യരുടെ പേരിൽ പലരും പലവിധ സ്വാർത്ഥലാഭത്തിനുള്ള ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ളതായി കേൾക്കുന്നു. വൈക്കം സത്യാഗ്രഹകാലത്ത് ആരെയോ പിടികൂടിയതായി കേൾക്കുന്നു. ശങ്കരാചാര്യരുടെ പേരിൽ ആദിശങ്കരന് നിരക്കാത്ത ഇത്തരം വേറെ കൃതികൾ. ഒന്നാമത് കൃതിയുടെ പേരോ ഒന്നുമില്ല. ഞാൻ എങ്ങനെ ഉത്തരം പറയുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഈ ചോദ്യങ്ങൾ എഴുതുമ്പോൾ വിശദമായി എഴുതിയാൽ എനിക്ക് ഉപകാരമാണ്. ശങ്കരാചാര്യരുടെ പേരിൽ പലരും പലവിധ സ്വാർത്ഥലാഭത്തിനുള്ള. ഒന്നാമത് ഞാൻ എല്ലാ ഗ്രന്ഥങ്ങളും ഒന്നും കണ്ടിട്ടില്ല. ആചാര്യരുടെ പേരിലുള്ള എല്ലാ ഗ്രന്ഥങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രകൃഷ്ടകൃതികളൊക്കെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പല കൃതികളും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. എന്താ പറയുക, അയ്യപ്പ സഹസ്രനാമമൊക്കെ. അതൊന്നും ഞാൻ കേട്ടിട്ടുള്ളതല്ലാതെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഉത്തരം എനിക്ക് പറയാൻ അതിനെക്കുറിച്ച് വലിയ അറിവ് പോരാ. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇതൊക്കെ ഒരു ചരിത്രപരമായ ഒരു സാധാരണ ക്വിസ് ചോദ്യങ്ങൾ പോലുള്ള കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് വലിയ പ്രയോജനം ചെയ്യുമെന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ വളരെ വിനയമായി പറയാം, അത്തരം കാര്യങ്ങൾ എനിക്ക് വലിയ പിടി പോരാ. എൻ്റെ അറിവിന് വിഷയീഭവിച്ച വിഷയങ്ങളല്ല. ശങ്കരാചാര്യരുടെ പേരിൽ ആദിശങ്കരന് നിരക്കാത്ത ഇത്തരം വേറെ കൃതികൾ. അവിടെ ഇവിടെയൊക്കെ പലതിൻ്റെ പേര് കേൾക്കുന്നു എന്നല്ലാതെ ഞാൻ വായിക്കാതെ ആണെന്നോ അല്ലെന്നോ പറയുന്നത് ഇപ്പോഴത്തെ പുതിയ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഞാനും പെട്ടുപോകും. അതുകൊണ്ട് ഞാൻ അന്വേഷിച്ച് നോക്കിയിട്ട് പിന്നീടൊരിക്കൽ നിങ്ങൾ ചോദിച്ചാൽ ഉത്തരമെല്ലാം ഞാൻ പറയാം. ആ ഉത്തരങ്ങൾ പറയാം വല്ലതും കിട്ടുകയാണെങ്കിൽ. സ്വപ്നമെല്ലാം മനസ്സിൻ്റെ ആണെങ്കിൽ, മനസ്സടങ്ങാതെ സാക്ഷാത്കാരമില്ലെങ്കിൽ, സാക്ഷാത്കാരത്തിനുള്ള ആഗ്രഹം തന്നെ അതിര് കടന്ന. ക്ലാസ് കേട്ടവരല്ലേ ചോദ്യം എഴുതിയേ? ക്ലാസ് കേൾക്കാതെ വെളിയിൽ നിന്നുള്ളവരായിരിക്കുമോ? കേട്ടവരാണെങ്കിൽ സാക്ഷാത്കാരം എന്നത് ആത്മാവിനെ വേർതിരിച്ച് കാണലാണ്. ഞാൻ ആത്മാവാണ് എന്ന് ഉറച്ചാൽ സാക്ഷാത്കാരമായി. ഇത് അസന്ദിഗ്ധമായി നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. മനസ്സിനെയും ചിത്തത്തെയും അതിൻ്റെ വിക്ഷേപങ്ങളെയും അതിൻ്റെ വഴിയിൽ വിടുക. എപ്പോഴൊരാൾ ഞാൻ സാക്ഷാത്കൃതനാണെന്ന് അറിയുന്നുവോ അപ്പോൾ മുതൽ അയാൾ സാക്ഷാത്കൃതനാണ്. അതിന് തർക്കമില്ല. അത് നമ്മൾ അഷ്ടാവക്ര ഗീതയിൽ വളരെ ഭംഗിയായി പഠിച്ച് കഴിഞ്ഞതാണ്. അതുകൊണ്ട് പിന്നെ വേണ്ടാത്തതൊക്കെ ഒരുപാട് ചിന്തിച്ച് മനസ്സിനെ ഇനി പിടിച്ചു കെട്ടാനൊന്നും ഓടി വിഷമിക്കേണ്ട. ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു, അതിന് ക്രിയകളൊന്നുമില്ല, ഒന്നും വേണ്ട, വളരെ എളുപ്പമാണെന്ന് വരെ പറഞ്ഞു. ബ്രഹ്മചാരിയും സെലിബസിയുമായി എന്തു ബന്ധം? ബ്രഹ്മത്തിൽ ചരിക്കുന്നവനാണ് ബ്രഹ്മചാരി. അയാളുടെ ഇന്ദ്രിയങ്ങളെല്ലാം അയാളുടെ നിയന്ത്രണത്തിലായിരിക്കും. ഇംഗ്ലീഷിൽ സെലിബസി എന്ന് ഉദ്ദേശിക്കുന്നത്, ഒരുപക്ഷെ ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത് വിവാഹം കഴിക്കാമോ അതല്ലെങ്കിൽ സ്ത്രീ പുരുഷ ബന്ധമാകാമോ എന്നുള്ളതായിരിക്കും ചോദിക്കുന്നത്. അതിന് അഷ്ടമൈഥുനങ്ങളും ബ്രഹ്മചാരിക്ക് നിഷിദ്ധമാണ്. ശങ്ക വേണ്ട. അഷ്ടമൈഥുനങ്ങളും ബ്രഹ്മചാരിക്ക് നിഷിദ്ധമാണ്. അഷ്ടമൈഥുനങ്ങൾ ശാസ്ത്രഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത് മതിയാകും എന്ന് തോന്നുന്നു. കാരണം സ്ത്രീയും പുരുഷനും ചേർന്ന് മാത്രമല്ല മൈഥുന പ്രക്രിയ ഉണ്ടാവുക. പുരുഷനും പുരുഷനുമായാകാം, സ്ത്രീയും സ്ത്രീയുമായാകാം. അങ്ങനെ ഒരുപാട് പ്രക്രിയകളുടെ ലോകമുണ്ട്. അതെല്ലാം ഉൾപ്പെടെ അഷ്ടമൈഥുനങ്ങളും ബ്രഹ്മചാരിക്ക് നിഷിദ്ധമാണ്. സൂര്യവംശജരും ചന്ദ്രവംശജരുമായ രാജാക്കന്മാർ എന്താണ്? ഇത് നടപ്പുള്ള കാര്യമാണോ? ആരായിരിക്കും ഈ ചോദ്യം എഴുതുന്നത്? എനിക്കൊന്നാമത് ചോദ്യം പിടികിട്ടാവരുന്നെന്നുള്ളതാണ് ഇത്തരം ചോദ്യങ്ങളിലെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്നുണ്ടാവുമോ? സൂര്യവംശജരും ചന്ദ്രവംശജരുമായ രാജാക്കന്മാർ എന്താണ്? ഇത് നടപ്പുള്ള കാര്യമാണോ? ആ സൂര്യനും ചന്ദ്രനും ഒന്നും അല്ല സൂര്യവംശവും ചന്ദ്രവംശവും ഒക്കെ. അതുകൊണ്ട് അതുമായി അതിന് ബന്ധമില്ല, നടപ്പുള്ള കാര്യം തന്നെയാണ്. ബ്രാഹ്മണർ കേരളത്തിൽ വന്നത് അടുത്ത കാലത്താണെങ്കിൽ അതിനു മുമ്പ്
ഇവിടുത്തെ അമ്പലങ്ങളിലെ ക്രമങ്ങൾ എന്തായിരുന്നു, ആർക്കായിരുന്നു അന്ന് പ്രവേശനം, അന്ന് എന്ത് തന്ത്രി, എന്ത് ശാന്തി. പരദേശ ബ്രാഹ്മണ്യം, ക്ഷേത്രങ്ങളിൽ ആരാധനയ്ക്കായി വന്നിട്ടുള്ള തുളു ബ്രാഹ്മണ്യം കേരളത്തിലേക്ക് വന്നത് ആദ്യമായി ചിറയ്ക്കൽ രാജകുടുംബത്തിൻ്റെ അഭ്യർത്ഥനയെ മാനിച്ചാണ്. അത് വന്നത് പെരിഞ്ചല്ലൂർ ഗ്രാമത്തിലാണ്. അതിൻ്റെ പിന്മുറക്കാരാണ്, തുളുദേശത്തു നിന്ന് വന്ന അവരുടെ പിന്മുറക്കാരാണ് കേരളത്തിൽ കാണുന്ന ഇദ്ദേശീയരെന്ന് അവകാശപ്പെടുന്ന മലയാളി ബ്രാഹ്മണർ. അത് ചരിത്രം പൂർണ്ണമായി അംഗീകരിച്ചിട്ടുള്ളവരാണ്. അവർ വരുന്നതിന് മുമ്പ് കേരളം ഒരു സമൂഹമുണ്ടായിരുന്നു. അതിൽ പൂജ ചെയ്യുന്നവർ, വർണ്ണവ്യവസ്ഥയിൽ പൂജ ചെയ്യുന്നവർ ഉണ്ടായിരുന്നു. അവർ സ്വസ്വരയായി വേദം ഓതാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ മുദ്രകളിൽ പ്രാവീണ്യമധികം നേടിയിരുന്നില്ല. അവർ ആദ്യം പൂജ ചെയ്യുന്നവർ, അതിന് താഴെ യുദ്ധാദി അല്ലെങ്കിൽ യോധൃ കലയിൽ പ്രാവീണ്യമുള്ളവർ, അതിന് താഴെ കൃഷിയും കച്ചവടവും ചെയ്തിരുന്നവർ, അതിന് താഴെ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർ. ഇങ്ങനെ 4 വിഭാഗവും ഒന്നായി ഉണ്ടായിരുന്നു. പരദേശ ബ്രാഹ്മണ്യത്തെ പെരിഞ്ചല്ലൂർ ഗ്രാമത്തിൽ കൊണ്ടുവന്നപ്പോൾ വിദേശത്തു നിന്ന് വരുന്നു എന്നുള്ള നിലയിൽ, അന്ന് വിദേശമെന്ന് പറയണം കേരളത്തിന് വെളിയിലുള്ളത്. ഇന്നത്തെ പോലെ ഇന്ത്യ എന്ന ഒരു സങ്കല്പം സാംസ്കാരികമായുണ്ടെങ്കിലും ദേശത്തിൻ്റെ ഭരണമെന്ന നിലയിൽ ദേശവിദേശങ്ങളാണ്. ആ വൈദേശിക ബ്രാഹ്മണ്യം വന്നപ്പോൾ ഇതിൽ തന്നെ കേരളം തന്നെ 3-4 ഭരണത്തിൻ്റെ കീഴിലാണ്. കൊച്ചി വേറെയാണ്, തിരുവിതാംകൂർ വേറെയാണ്, മലബാർ വേറെയാണ്. അങ്ങനെ ഭരിച്ചിരുന്ന കാലത്താണ് മലബാറിൽ തന്നെ പല രാജവംശങ്ങളുണ്ട്. അടിവംശം നീലേശ്വരം മുതലായ സ്ഥലത്ത്, ചിറയ്ക്കൽ രാജവംശം തൊട്ടിപ്പുറത്ത്, അതുപോലെ തന്നെ സാമൂതിരി വേറൊരു ഭാഗത്ത്, പഴശ്ശിക്കോവിലകം മറ്റൊരു ഭാഗത്ത്. ഇങ്ങനെ വ്യത്യസ്ത രാജവംശങ്ങൾ ഭരിച്ചിരുന്ന കാലത്ത് ചിറയ്ക്കൽ തമ്പുരാനാണ് ഇവരെ കൊണ്ടുവരുന്നത്. അപ്പോൾ അവരെ കൊണ്ടുവരുമ്പോൾ കൂടെ എല്ലാ സ്ത്രീകളെയും കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് മൂത്ത പുത്രന് വിവാഹം കഴിക്കുന്നതിന് ഉള്ള ഒരു സ്ത്രീ കുടുംബത്തെയും, ബാക്കിയുള്ളവർ നാട്ടിലെത്തിയാൽ അവർ വിവാഹം വേണ്ട, സംബന്ധം മതിയെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഓരോ കുടുംബത്തിലെയും മൂത്തയാൾ മാത്രം ഗോത്രം നോക്കി വിവാഹം കഴിക്കുക, ബാക്കിയുള്ളവരെല്ലാം സംബന്ധം, അതിന് അനുമതി രാജാവ് കൊടുത്തു ആ രാജ്യത്ത്. അപ്പോൾ അവിടെ മറ്റ് രാജാക്കന്മാർ ഓരോ ചടങ്ങുകൾക്ക് ചെല്ലുമ്പോൾ അവരുടെ നാട്ടിലില്ലാത്ത തരം പൂജ ഒക്കെ കാണുമ്പോൾ അതുപോലെ ഞങ്ങൾക്കുമാകണം എന്നോർത്ത് അതിൽ നിന്ന് ഓരോ ഗോത്രങ്ങളെ അല്ലെങ്കിൽ ആ ഗോത്രത്തിലെ ഓരോ ആളുകളെ ഇവർ കൂട്ടിക്കൊണ്ടിരിക്കുകയും അങ്ങനെ കേരളത്തിൽ പലയിടത്തും അവരുടെ ശാഖകൾ വരികയും ചെയ്തു. പെരിഞ്ചല്ലൂർ ഗ്രാമത്തിൽ നിന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാതമംഗലം ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ, മെഡിക്കൽ കോളേജ് കഴിഞ്ഞ് അടുത്ത ബസ് സ്റ്റാൻഡ് പിലാത്തറ, മാതമംഗലം മുതലായ സ്ഥലങ്ങളിലൊക്കെയാണ് അവർ ആദ്യം കുടുംബങ്ങൾ സ്ഥാപിച്ചത്. പിന്നീട് അവിടെ നിന്നാണ് ശാഖോപശാഖകളായി പോന്നത്. അന്ന് അവരുടെ സംബന്ധത്തെ അനുകൂലിച്ചവർ നിഘണ്ടുവിൽ നല്ലവർ എന്നർത്ഥം വരുന്ന നായന്മാരും അതിനെ എതിർത്തവർ മോശമെന്നർത്ഥം വരുന്ന തീയരുമായി മാറി. അങ്ങനെ ഒറ്റ സംസ്കാരം, ഒറ്റ ഗോത്രം, ഒറ്റ വിഭാഗമായി നിന്നിരുന്ന നാഗ ആരാധനയൊക്കെ ഉണ്ടായിരുന്ന ആ വിഭാഗം രണ്ടായി പിരിഞ്ഞത് ഈ പരദേശ ബ്രാഹ്മണ്യത്തിൻ്റെ ആഗമനത്തോടെയാണ്. അതിൻ്റെ ശേഷം ഇത് 2 വിഭാഗമായാണ് തുടരുന്നത്.
അതുകൊണ്ട് ബ്രാഹ്മണ്യത്തിൻ്റെ സംബന്ധാദികൾ നായന്മാരുടെ ഇടയിൽ മാത്രമായി ചുരുങ്ങി. അതുകൊണ്ട് അവർ രാജാക്കന്മാർക്ക് അവരുടെ നിയമത്തെ അനുകൂലിച്ചവർ എന്ന നിലയിൽ ആ കാലഘട്ടത്തിൽ കുറച്ച് പ്രിയങ്കരരുമായി. പിന്നീട് വന്ന നിയമങ്ങൾ ജനാധിപത്യം വന്നപ്പോൾ മാറി മറിയുകയും ഒക്കെ ചെയ്തു. അങ്ങനെ തുടരുന്നു. അങ്ങനെയാണ് ഇത് വന്നതെന്നാണ് ചരിത്രം ശ്രദ്ധിച്ച് പഠിച്ചാൽ മനസ്സിലാവുക. അവർക്കാണ് ഈ സംബന്ധം പറഞ്ഞിരുന്നത്. തമിഴ് ബ്രാഹ്മണർ വേറെയാണ്, അവർ വേറെയാണ്. ഇവിടെ ഉദ്ദേശിക്കുന്ന ബ്രാഹ്മണർ കേരള ബ്രാഹ്മണരെയാണെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ അവർ വന്നതാണ് അടുത്ത കാലത്താണെന്ന് എൻ്റെ ഏതോ ഒരു ടോക്കിൽ പറഞ്ഞതിനെ ബേസ് ചെയ്തായിരിക്കണം ഈ ചോദ്യം. അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഇവിടുത്തെ അമ്പലങ്ങളിലെ ക്രമങ്ങൾ എന്തായിരുന്നു? അമ്പലങ്ങളിൽ അന്ന് ക്ഷാത്ര ഭണ്ഡാകാരമായിരുന്നു അതിനു മുമ്പ്. പിന്നീട് ബ്രാഹ്മണർ വന്നു കഴിഞ്ഞും കുറേ കാലം അങ്ങനെ തന്നെയായിരുന്നു. പിന്നീടാണ് ആരാധനയ്ക്ക് തുറന്നു കൊടുത്തിട്ടുള്ളതും ആരാധനയായതും. അതെല്ലാം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഇന്നലെയും പറഞ്ഞതായിട്ടാണ് എൻ്റെ വിശ്വാസം. ആരാണ് ലാടഗുരു? പിടിപോരാ. ശബ്ദബ്രഹ്മത്തിൻ്റെ ഉപാസന പഠിക്കാൻ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ വല്ലതും. ഉപാസനയല്ല, ശബ്ദത്തിൻ്റെ പല സാധ്യതകളെയും കുറിച്ച് പറയുന്ന സംഗീത രത്നാകരം, അത് പുസ്തകം സംഗീതരത്നാകരം ഓർക്കുമ്പോൾ ഞാൻ പറയാൻ എഴുതിയ ആളിൻ്റെ പേരും. ഇത് വാങ്ങിക്കാൻ കിട്ടും. അതൊരുമാതിരി ആ വഴിയിലൊരു ദിഗ്ദർശനം തരും. ഓങ്കാരം ഉപാസിക്കുക എന്നുള്ളതാണ് ശബ്ദബ്രഹ്മോപാസനയിൽ ഏറ്റവും എളുപ്പം. അതിന് നല്ല ഒരു ആചാര്യനെ കണ്ട് പ്രണവ ഉപാസന ഗുരുമുഖത്ത് നിന്ന് കേട്ട് പഠിക്കുക, അതൊക്കെയാണ് വഴി. അല്ലാതെ പുസ്തകങ്ങളെ ആരാ ശബ്ദബ്രഹ്മത്തിൻ്റെത് വേറെയാണ്. അത് തന്ത്ര സങ്കല്പങ്ങളിൽ മറ്റൊരു ഉപാസനാരീതിയാണ്. അത് ഇന്നലെയും പറഞ്ഞതിൽ പ്രധാനമാണ്. അത് ആ സമയത്ത് വേണം, നിർബന്ധമൊന്നുമില്ല. ഉത്തമനായ ഗുരുവായിരിക്കണം, ശബ്ദബ്രഹ്മത്തെ ഉപാസിച്ചിട്ടുണ്ടാവണം, അനുഭൂതി ഉണ്ടാവണം, എവിടെയെങ്കിലും സ്വസ്ഥനായി ഇരിക്കുന്നവനായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു ശിഷ്യൻ ചെന്നാൽ അയാൾക്ക് മറ്റൊരാളുടെ ഈതിബാധ കൂടാതെ ഭക്ഷണം കൊടുക്കാൻ കഴിവുള്ളവനായിരിക്കണം. അത് മസ്റ്റാണ്. പരിവ്രാജകരായ ആചാര്യന്മാരിൽ നിന്ന് ദീക്ഷ വാങ്ങിക്കൂടാ. അവർക്ക് പ്രചോദനമൊക്കെ നൽകാൻ പറ്റും. ദീക്ഷാ സമ്പ്രദായങ്ങൾ ഏതെങ്കിലും സ്വസ്ഥരായിരിക്കുന്ന ആചാര്യന്മാരിൽ നിന്ന് വാങ്ങാം. അല്ലെങ്കിൽ ഏതെങ്കിലും സംശയം വരുമ്പോൾ ഇയാൾ ഇന്നൊരിടത്ത് കണ്ടു, നാളെ വേറൊരിടത്ത് മുങ്ങുന്നവനായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ സമയം കൊണ്ട് തന്നെ മാനസിക താളം മാറും. ദീക്ഷയൊക്കെ വാങ്ങുമ്പോൾ അത് സൂക്ഷിക്കണം. ശാസ്ത്രം പഠിക്കാനൊക്കെ ആരായാലും മതി, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ സാമ്പ്രദായികമായ തലത്തിൽ പോകുമ്പോൾ അതിൻ്റെ മര്യാദ ഏതാണ്? ചോദ്യകർത്താവ് ഏതെങ്കിലും കാരണവശാൽ സ്വാമിക്ക് പറ്റുമോ എന്ന ചോദ്യം വളരെ ശക്തമായി പറ്റില്ല, അതിന് ഉള്ള തലത്തിലല്ല എന്നെപ്പോലുള്ള ആളുകൾ സഞ്ചരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കാനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ശങ്ക വേണ്ടാന്ന് സാരം. കാരണം ഞങ്ങളൊക്കെ പരിവ്രാജകരായി നടക്കുന്നവരാണ്. ആശ്രമങ്ങളൊന്നും പണിതുണ്ടാക്കി അവിടെ സ്വസ്ഥമായിരിക്കുന്നവരല്ല. അപ്പം അങ്ങനെയുള്ളവരിൽ നിന്ന് ദീക്ഷയൊക്കെ വാങ്ങിക്കഴിഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും തലത്തിൽ ആ ആളുമായി എപ്പോഴെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതിരുന്ന 1 കൊല്ലമെങ്കിലും ഗുരുവിനെ സേവിച്ച് നിൽക്കണം. അപ്പോഴേ ഗുരുവിൻ്റെ ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾ തിരിച്ചറിയാൻ പറ്റും. അതെ, അതിലൂടെയാണ് ആ മെസ്സേജ് കൺവേ ചെയ്യുന്നത്. അതിന് പറ്റിയ തലങ്ങൾ പിന്നീട് നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചാൽ ഞാൻ അന്വേഷിച്ചിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ എവിടെയുണ്ട് അത്തരം ഗുരുകുലം? വടക്കേ ഇന്ത്യയിലൊക്കെ ധാരാളം ഗുരുകുലങ്ങളുണ്ട്, കേരളത്തിലുമുണ്ട്. പക്ഷെ അവയൊക്കെ എത്രത്തോളം അവയെ
കൊണ്ടുപോകുന്നു എന്ന കാര്യം എനിക്കറിയില്ല. ആചാര്യന്മാരുമായിട്ട് ഞാൻ ചോദിച്ചിട്ട് നിങ്ങളെ വിളിച്ച് പറയാം. കാരണം ഞാനിപ്പോൾ ഊഹം വെച്ച് പറഞ്ഞു നിങ്ങളവിടെ ചെല്ലുമ്പോൾ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു വിഷമം ഉണ്ടാവും. അന്വേഷകന് വിഷമം ഉണ്ടാക്കുന്നത് പാപമാണ്. അതുകൊണ്ട് അത് ചെയ്തുകൂടാ.